Acuplus Interior and Electronics. കുഞ്ഞു കൈകളിൽ തെളിയുന്ന LED ബൾബുകളുടെ പ്രകാശമാണ് 8ാം ക്ലാസ്സുകാരൻ രഞ്ജിത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വെളിച്ചം. പഠന സമയത്തിന് ശേഷമുള്ള രഞ്ജിത്തിൻ്റെ കഠിനാധ്വാനമാണ് 5 അംഗ കുടുംബത്തിൻ്റെ പ്രതീക്ഷ. അസുഖബാധിതരായ മാതാപിതാക്കളെയും ഓട്ടിസം ബാധിച്ച ജ്യേഷ്ഠ സഹോദരനെയും ചേർത്ത് പിടിക്കാനാണ് ഒറ്റപ്പാലം വാണിയംകുളം കോതയൂർ ചോലക്കൽ രഞ്ജിത്തിൻ്റെ രാപ്പകൽ പോരാട്ടം. വർഷങ്ങളായി ശാരീരിക ബുദ്ധിമുട്ടുകൾ അലട്ടുന്ന അച്ഛൻ രാമചന്ദ്രന് ജോലിക്ക് പോകാനാകില്ല. ജ്യേഷ്ഠ സഹോദരൻ രോഹിത് ഓട്ടിസം ബാധിതനാണ്. അമ്മ രാജേശ്വരി കണ്ടെത്തിയിരുന്ന തുച്ഛമായ വരുമാനമായിരുന്നു കുടുംബത്തിന്റെ ആശ്രയം. 8 മാസം മുമ്പ് തെന്നി വീണ് രാജേശ്വരിയുടെ കാലിന് ഗുരുതരമായി പരിക്കേറ്റതോടെ കുടുംബത്തിന്റെ താളം തെറ്റി. ഇപ്പോഴും ചികിത്സ തുടരുകയാണ്. ഇതോടെ വരുമാനം പാടെ നിലച്ചു. ഇതിനിടെയാണ് കെ പ്രേംകുമാർ MLA നടപ്പാക്കുന്ന മാനത്തോളം പദ്ധതിയുടെ ഭാഗമായി രഞ്ജിത്ത് LED ബൾബ് നിർമ്മാണം പഠിച്ചെടുത്തത്. എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വാണിയംകുളം TRKയിൽ പഠിക്കുന്നു. ഒഴിവുള്ള നേരത്ത് ഞാൻ ബൾബ് ഉണ്ടാക്കിയിട്ട് സ്വയം തൊഴിലായിട്ട് എൻ്റെ അമ്മേനെയും ഏട്ടനെയും അച്ഛനെയും ഞാൻ നോക്കുന്നു. എൻ്റെ ഏട്ടന് വയ്യാത്തതാണ്, അമ്മയ്ക്ക് അച്ഛനും പണിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. എനിക്ക് പറ്റുന്നത് പോലെ എൻ്റെ കുടുംബത്തിനെ ഞാൻ നോക്കുന്നു. ഞാൻ LED ബൾബ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, ട്യൂബ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ബൾബ് ഉണ്ടാക്കിയിട്ട് ഞാൻ വാണിയംകുളം ടൗണിലോ അല്ലെങ്കിൽ സ്കൂളിലോ കൂട്ടുകാരോ ടീച്ചർമാരോ ഒക്കെ മേടിക്കാറുണ്ട്. പിന്നെ എൻ്റെ അമ്മ ചിലപ്പോൾ സഹായിക്കാറുമുണ്ട്. പരിശീലനത്തിൽ രഞ്ജിത്തിന്റെ വൈദഗ്ധ്യവും താല്പര്യവും കണ്ടതോടെ ബൾബുകൾ നിർമ്മിക്കാനുള്ള യൂണിറ്റും അനുവദിച്ചു. ഒഴിവു സമയങ്ങളിലെല്ലാം രഞ്ജിത്ത് വീട്ടിൽ ബൾബുകൾ നിർമ്മിക്കും. വീട്ടിലിരുന്നുള്ള ജോലിയാണെന്നിരിക്കെ മകനു താങ്ങായി അമ്മയും ചേർന്നു. എൻ്റെ മൂത്ത മോൻ ഓട്ടിസത്തിൻ്റെ പ്രശ്നമുള്ള കുട്ടിയാണ്. അപ്പോൾ അവൻ്റെ ഒരു ഇതിൽ ഒറ്റപ്പാലം BRCയുടെ കീഴിൽ ഒരു പരിശീലനം കിട്ടിയതാണ്. അവൻ്റെ ചെറിയ മോനാണത് ചെയ്യുന്നത്. LED ബൾബ് ഉണ്ടാക്കുന്നുണ്ട്, ട്യൂബ് ലൈറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാനും അവനെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഹസ്ബൻഡിനും എനിക്കൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ബൾബിൻ്റെ കാര്യങ്ങളൊക്കെ അവനാണ് ചെയ്യുന്നത്. എന്നെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞാൻ അവനെ സഹായിക്കുന്നുണ്ട്. സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ രഞ്ജിത്ത് ബൾബുകളുമായി സൈക്കിളിൽ വാണിയംകുളത്തേക്ക് പുറപ്പെടും. ഇവിടെ കടകൾക്ക് മുന്നിൽ കാത്തുനിന്ന് നേരിട്ടാണ് വിൽപ്പന. പിന്നെ പരിചയക്കാർക്കും സ്കൂളിലെ ആവശ്യക്കാർക്കുമെല്ലാം ബൾബുകൾ വിൽക്കും. ഇതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലമാണ് കുടുംബാംഗങ്ങളുടെ ചികിത്സാ ചെലവിനും കുടുംബത്തിൻ്റെ ഉപജീവനത്തിനും ആശ്രയം. ഒരു ബൾബ് വിറ്റാൽ 30 രൂപയ്ക്ക് മുകളിലാണ് ലാഭം. ബൾബുകൾ തീരുന്ന മുറയ്ക്ക് രാത്രി ഉറക്കമൊഴിച്ച് പുതിയവ നിർമ്മിക്കും. പ്രതിസന്ധികളോട് ഒറ്റയ്ക്ക് പൊരുത്തുന്ന രഞ്ജിത്തിൻ്റെ ചങ്കുറപ്പിന് നാടിൻ്റെയും പിന്തുണയുണ്ട്. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.